സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വീണ്ടും മറ്റൊരു മോക്ക് ടെസ്റ്റ് തന്നെയാണ്. 40 ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റാണ് ഇന്ന് നമ്മൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ്, അതുപോലെ ന്യൂ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ 40 ചോദ്യങ്ങളാണ്. പ്രധാനമായിട്ടും LDC മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റാണിത്. ഇനി അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷയ്ക്കും ഈ മോക്ക് ടെസ്റ്റ് വളരെ പ്രയോജനപ്രദമാണ്. അതുപോലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ മനസ്സിരുത്തി പഠിക്കുക. അതുപോലെ ഇതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ള എല്ലാ മോക്ക് ടെസ്റ്റുകളും വളരെ എഫക്റ്റീവായിട്ടുള്ള മോക്ക് ടെസ്റ്റുകളാണ്. നന്നായിട്ട് പഠിക്കുക. റിവിഷന് വേണ്ടിയുള്ള നല്ല മെത്തേഡാണിത്. നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലേക്ക് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഫോബ്സ് മാസികയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ CCTV ക്യാമറകൾ പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന നഗരം ഏതാണ്? ഓപ്ഷൻ ബി ന്യൂഡൽഹിയാണ്. ഫോബ്സ് മാസികയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ CCTV ക്യാമറകൾ പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന നഗരമാണ് ന്യൂഡൽഹി. അപ്പോൾ ഏറ്റവും കൂടുതൽ സർവെയിലൻസ് ഉള്ള നഗരമാണ് ന്യൂഡൽഹി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദി ത്രീ ഖാൻസ് ആൻഡ് ദി എമർജൻസ് ഓഫ് ന്യൂ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാര്? ഓപ്ഷൻ ഡി കാവേരി ബംസായിയാണ്. ദി ത്രീ ഖാൻസ് ആൻഡ് ദി എമർജൻസ് ഓഫ് ന്യൂ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് കാവേരി ബംസായി. അപ്പോൾ ഇതിനകത്ത് പറയുന്ന ഈ ത്രീ ഖാൻസ് ആരൊക്കെയാണെന്ന് അറിയാമോ? ആമിർ ഖാൻ, ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ എന്നിവരാണ് 3 ഖാൻസ്. അതുപോലെ ഫ്രണ്ട്സ്, ഏതൊരു PSC പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ kerala.pscwinner.co.in എന്ന നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ക്വിസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ PSC പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വിസുകളാണ്. ഈ ക്വിസുകളുടെ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിച്ച് വെബ്സൈറ്റ് ക്വിസുകൾ കൂടി മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പഞ്ചാബ് മുഖ്യമന്ത്രി ആര്? ഓപ്ഷൻ എ ചരൺജിത്ത് സിംഗ് ചാനിയാണ്. ഇപ്പോഴത്തെ പഞ്ചാബ് മുഖ്യമന്ത്രി ആരാണ്? ചരൺജിത്ത് സിംഗ് ചാനി. അപ്പോൾ നേരത്തെ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ആയിരുന്നു. ഇപ്പോൾ അമരീന്ദർ സിംഗ് മാറി. ഇപ്പോൾ പഞ്ചാബ് മുഖ്യമന്ത്രി ചരൺജിത്ത് സിംഗ് ചാനി. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 2021 സെപ്റ്റംബറിൽ ഇന്ത്യ ഏത് രാജ്യവുമായി സഹകരിച്ചാണ് സൂര്യകിരൺ എന്ന സംയുക്ത മിലിറ്ററി എക്സർസൈസ് സംഘടിപ്പിച്ചത്? ഓപ്ഷൻ സി നേപ്പാളുമായിട്ട് സഹകരിച്ചാണ് 2021 സെപ്റ്റംബറിൽ ഇന്ത്യ സൂര്യകിരൺ എന്ന സംയുക്ത മിലിറ്ററി എക്സർസൈസ് സംഘടിപ്പിച്ചത് നേപ്പാളുമായിട്ട് സഹകരിച്ച്. അപ്പോൾ സൂര്യകിരൺ എന്ന സംയുക്ത മിലിറ്ററി എക്സർസൈസ് ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ളതാണ്. ഇനി അതുപോലെ ഈ 2021 സൂര്യകിരൺ നടന്നത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് വെച്ചാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് 2020 നേടിയതാര്? ഓപ്ഷൻ ബി SV സരസ്വതിയാണ്. ബ്രിഗേഡിയർ SV സരസ്വതിയാണ് നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് 2020 ലഭിച്ചത് ബ്രിഗേഡിയർ SV സരസ്വതിക്ക്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. FSSAI പുറത്തിറക്കിയ സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി ഇൻഡെക്സ് 2020-21 പ്രകാരം ഒന്നാമതെത്തിയ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ഗുജറാത്ത് സംസ്ഥാനമാണ്. FSSAI പുറത്തിറക്കിയ സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി ഇൻഡെക്സ് 2020-21 പ്രകാരം വലിയ സംസ്ഥാനങ്ങളുടെ ഗണത്തിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇനി അതേസമയം ചെറിയ സംസ്ഥാനങ്ങളുടെ ഗണത്തിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് ഗോവ. ഇനി ഈ വലിയ സംസ്ഥാനങ്ങളുടെ ഗണത്തിൽ ഒന്നാമതെത്തിയത് ഗുജറാത്താണെന്ന് നമ്മൾ പറഞ്ഞു. ഫോളോഡ് ബൈ കേരളം, തമിഴ്നാട്. അപ്പോൾ കേരളത്തിന് സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി ഇൻഡെക്സ് 2020-21 പ്രകാരം 2ാം സ്ഥാനമാണുള്ളത്. ഇനി അതുപോലെ ഈ FSSAIയുടെ ഫുൾ ഫോം എന്താണെന്ന് നമുക്കറിയാം. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നതാണ് FSSAIയുടെ ഫുൾ ഫോമാണ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ ഇതും ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. ഈ FSSAIയുടെ ഫുൾ ഫോമിനകത്ത് രണ്ടാമത് നിൽക്കുന്ന S അല്ലെങ്കിൽ ഒന്നാമത് നിൽക്കുന്ന S എന്തിനെ സൂചിപ്പിക്കുന്നു? ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ്റെ ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് 2021 ഇന്ത്യയുടെ സ്ഥാനമെത്ര? ഓപ്ഷൻ ഡി 46ാമതാണ്. വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ്റെ ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് 2021 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 46ആണ്.
ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമേത്? സ്വിറ്റ്സർലൻഡാണ്. ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് 2021 ഒന്നാം സ്ഥാനത്ത് സ്വിറ്റ്സർലൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 46. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ സി ടൈറ്റാനിക് ദുരന്തം പസഫിക് സമുദ്രം എന്നതാണ്. താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡിയാണ് ടൈറ്റാനിക് ദുരന്തം പസഫിക് സമുദ്രം. ഇനി ബാക്കിയുള്ള ജോഡികളൊക്കെ നോക്കുക. പാപ്പുവ ന്യൂഗിനിയ ഒരു ദ്വീപാണ്. ആ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിലാണ്. സോ പാപ്പുവ ന്യൂഗിനിയ പസഫിക് സമുദ്രം കറക്റ്റ് ജോഡിയാണ്, ശരിയായ ജോഡിയാണ്. ഇനി അതുപോലെ ജാവ സുമാത്ര ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. ഇന്തോനേഷ്യയുടെ ഭാഗമായ ജാവ സുമാത്ര ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ, കറക്റ്റാണ്. ഇനി അതുപോലെ ഐസ്ലാൻഡ് ദ്വീപരാജ്യം സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ഐസ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. എന്നാൽ ടൈറ്റാനിക് ദുരന്തം നടന്നത് ഏത് സമുദ്രത്തിൽ വെച്ചാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വെച്ചാണ് ടൈറ്റാനിക് ദുരന്തം നടന്നത്, അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വെച്ച്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിൽ ഓറഞ്ച് കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലം ഏത്? ഓപ്ഷൻ സി നെല്ലിയാമ്പതിയാണ്. പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയാണ് കേരളത്തിൽ ഓറഞ്ച് കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് നെല്ലിയാമ്പതി. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏത് റിസർവ് വനത്തിൻ്റെ ഭാഗമാണ് ചെന്തരുണി വന്യജീവി സങ്കേതം? ഓപ്ഷൻ സി കുളത്തൂപ്പുഴ റിസർവ് വനത്തിൻ്റെ ഭാഗമാണ് ചെന്തരുണി വന്യജീവി സങ്കേതം. കുളത്തൂപ്പുഴ റിസർവ് വനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമുക്കറിയാം കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമാണ് ചെന്തരുണി വന്യജീവി സങ്കേതം. അതുപോലെ ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തരുണി വന്യജീവി സങ്കേതം. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എൽബയിൽ നിന്നും നെപ്പോളിയൻ്റെ പാരീസിലേക്കുള്ള മടക്കം എന്ന ദണ്ഡിയാത്രയെ വിശേഷിപ്പിച്ചത് ആര്? ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രബോസ് ആണ്. എൽബയിൽ നിന്നും നെപ്പോളിയൻ്റെ പാരീസിലേക്കുള്ള മടക്കം എന്ന ദണ്ഡിയാത്രയെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ശ്വാസകോശ ധമനി വഹിക്കുന്നത് ശുദ്ധരക്തമാണ് എന്നതാണ് ഇവിടെ തെറ്റായ പ്രസ്താവന. സോ അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആയിരിക്കും. അപ്പോൾ നമുക്കറിയാവുന്നതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ ഏതാണത്? മഹാധമനിയാണ്, അല്ലെങ്കിൽ അയോർട്ടയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴലാണ് അയോർട്ട അഥവാ മഹാധമനി. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ശുദ്ധരക്തം വഹിക്കുന്നവയാണ് ധമനികൾ. ശരിയാണ്, ശുദ്ധരക്തം വഹിക്കുന്നത് ധമനികളും അശുദ്ധരക്തം വഹിക്കുന്നവയാണ് സിരകളും. അപ്പോൾ എപ്പോഴും സിരകളിൽ അശുദ്ധരക്തവും ധമനികളിൽ ശുദ്ധരക്തവുമായിരിക്കും. ഇനി ഓപ്ഷൻ സി പറയുന്നത് നോക്കുക. ശ്വാസകോശ ധമനി വഹിക്കുന്നത് ശുദ്ധരക്തമാണ്. അപ്പോൾ ഇവിടെ ഇത്ര മാത്രം ഓർത്താൽ മതി. ധമനികളിൽ എപ്പോഴും ശുദ്ധരക്തമായിരിക്കും. പക്ഷേ ഈ ധമനികളുടെയോ സിരകളുടെയോ കൂടെ ശ്വാസകോശം എന്നൊരു വേർഡുണ്ടെങ്കിൽ അവയുടെ യൂഷ്വലായിട്ട് മീനിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുക. അപ്പോൾ ധമനി വഹിക്കുന്നത് ശുദ്ധരക്തമാണ്, പക്ഷേ ശ്വാസകോശ ധമനി വഹിക്കുന്നത് അശുദ്ധരക്തമായിരിക്കും. അതായത് അശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനിയേ ഉള്ളൂ, അതാണ് ശ്വാസകോശ ധമനി. ഇനി അതുപോലെ സിരകൾ വഹിക്കുന്നത് അശുദ്ധരക്തമാണ്, എന്നാൽ ശ്വാസകോശ സിര വഹിക്കുന്നത് ഏതുതരം രക്തമായിരിക്കും? ശുദ്ധരക്തമായിരിക്കും. അപ്പോൾ അതായത് ശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു സിരയേ ഉള്ളൂ, ഏതാണത്? ശ്വാസകോശ സിര. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലോക്സഭാ സ്പീക്കറായിരുന്ന ഏക സുപ്രീം കോടതി ജഡ്ജി ആര്? ഓപ്ഷൻ എ KS ഹെഗ്ഡെയാണ്. ലോക്സഭാ സ്പീക്കറായിരുന്ന ഏക സുപ്രീം കോടതി ജഡ്ജിയാണ് KS ഹെഗ്ഡെ. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി അനിമോമീറ്റർ ഉയരം എന്നതാണ്. താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡിയാണ് അനിമോമീറ്റർ ഉയരം. ബാക്കിയുള്ളവയെല്ലാം ശരിയാണ്. പൈറോമീറ്റർ എന്തിനുപയോഗിക്കുന്നു? ഉയർന്ന താപം അളക്കാൻ ഉപയോഗിക്കുന്നു. പൈറോമീറ്റർ ഉയർന്ന താപം അളക്കാൻ ഉപയോഗിക്കുന്നു. അതുപോലെ ഹൈഗ്രോമീറ്റർ അളക്കുന്നത് എന്താണ്? ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്നതാണ് ഹൈഗ്രോമീറ്റർ. അതുപോലെ നമുക്കറിയാം ബാരോമീറ്റർ എന്തിനുപയോഗിക്കുന്നു? അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നു ബാരോമീറ്റർ. എന്നാൽ അനിമോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കാറ്റിൻ്റെ വേഗത അളക്കാനാണ് അനിമോമീറ്റർ ഉപയോഗിക്കുന്നത്. കാറ്റിൻ്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്നു. ഇനി അതുപോലെ ഉയരം അളക്കാൻ എന്താണ് ഉപയോഗിക്കുന്നത്? ഓൾട്ടിമീറ്റർ ആണ്. ഉയരം അളക്കാൻ ഉപയോഗിക്കുന്നത് ഓൾട്ടിമീറ്റർ. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക.
ലോകഹിതവാദി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ഡി ഗോപാൽ ഹരി ദേശ്മുഖ് ആണ് ലോകഹിതവാദി എന്നറിയപ്പെടുന്നത്. ആരാണ്? ഗോപാൽ ഹരി ദേശ്മുഖ്. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മഞ്ഞുകടുവകളെ കണ്ടെത്തിയ ഡിബാങ് താഴ്വര സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശിലാണ് മഞ്ഞുകടവുകളെ കണ്ടെത്തിയ ഡിബാങ് താഴ്വര സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിൽ. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡെൻമാർക്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ഹരിയാന സംസ്ഥാനമാണ്. ഡെൻമാർക്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഹരിയാന. ഇനി അതുപോലെ നമുക്കറിയാം ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഹരിയാന. അതുപോലെ ദൈവത്തിൻ്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഹരിയാനയാണ്. ദൈവത്തിൻ്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്നത് ഹരിയാന. അതുപോലെ നമുക്കറിയാം സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ഉൽക്കാവർഷ പ്രദേശമെന്നറിയപ്പെടുന്ന മണ്ഡലം തെർമോസ്ഫിയർ ആണ് എന്നതാണ് ഇവിടെ തെറ്റായ പ്രസ്താവന. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പോൾ താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ഓപ്ഷൻ എ. ഇനി ബാക്കി എല്ലാ പ്രസ്താവനകളും കറക്റ്റാണ്. വിമാനങ്ങളുടെ സഞ്ചാരത്തിന് അനുയോജ്യമായ മണ്ഡലം സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഇനി അതുപോലെ തെർമോസ്ഫിയറിൻ്റെ ഭാഗമാണ് അയണോസ്ഫിയർ. അപ്പോൾ അയണോസ്ഫിയർ തെർമോസ്ഫിയറിൻ്റെ ഭാഗമാണ്, ശരിയാണ്. ഇനി അതുപോലെ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഭാഗമാണ് ഓസോൺ പാളി, അല്ലെങ്കിൽ ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്, രണ്ടാമത്തെ മണ്ഡലമായ സ്ട്രാറ്റോസ്ഫിയറിലാണ്. അപ്പോൾ ഈ 3 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ തെറ്റായതാണ് ഓപ്ഷൻ എ. അപ്പോൾ നമുക്കറിയാവുന്നതാണ് ഉൽക്കാവർഷ പ്രദേശമെന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? മിസോസ്ഫിയർ ആണ്. ഉൽക്കാവർഷ പ്രദേശമെന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ. മിസോസ്ഫിയറിലാണ് ഉൽക്കകൾ കത്തിയെരിയുന്നത്. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1-ാം ലോക മഹായുദ്ധത്തിൽ ആക്രമണം നേരിട്ട ഒരേയൊരു ഇന്ത്യൻ തുറമുഖം ഏത്? ഓപ്ഷൻ ഡി ചെന്നൈ തുറമുഖമാണ്. 1-ാം ലോക മഹായുദ്ധത്തിൽ ആക്രമണം നേരിട്ട ഒരേയൊരു ഇന്ത്യൻ തുറമുഖമാണ് ചെന്നൈ തുറമുഖം. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭൂമിയുടെ ഉപരിതല വിസ്തീർണത്തിൽ എത്ര ശതമാനമാണ് ജലം? ഓപ്ഷൻ ബി 71% ഭൂമിയുടെ ഉപരിതല വിസ്തീർണത്തിൽ 71% ജലമാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ മന്നത്ത് പത്മനാഭനാണ്. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന ആരാണ്? മന്നത്ത് പത്മനാഭൻ. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ പേരെന്ത്? ഓപ്ഷൻ സി ഓറോജനി എന്നതാണ്. പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് ഓറോജനി. നമുക്കറിയാം പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഓറോളജി. പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് ഓറോജനി. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലോഹ അയിരുകളുടെ മുഖ്യ ഉറവിടമായ ശിലകൾ ഏത്? ഓപ്ഷൻ എ ആഗ്നേയ ശിലകളാണ്. ലോഹ അയിരുകളുടെ മുഖ്യ ഉറവിടമായ ശിലകളാണ് ആഗ്നേയ ശിലകൾ. ഇനി അതുപോലെ നമുക്കറിയാം മറ്റെല്ലാ ശിലകളും രൂപം കൊള്ളുന്നത് ആഗ്നേയ ശിലകളിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആഗ്നേയ ശിലകളുടെ പേരുകൾ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. പ്രാഥമിക ശില, പിതൃശില, ശിലകളുടെ മാതാവ്, അടിസ്ഥാന ശില എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് ഏതാണ്? ആഗ്നേയ ശിലകളാണ്. പ്രാഥമിക ശില, പിതൃശില, ശിലകളുടെ മാതാവ്, അടിസ്ഥാന ശില എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് ആഗ്നേയ ശിലയാണ്. കാരണം മറ്റെല്ലാ ശിലകളും ഉണ്ടാകുന്നത് ആഗ്നേയ ശിലകളിൽ നിന്നാണ്. ആഗ്നേയ ശില ഉണ്ടാകുന്നത് മാഗ്മ, ലാവ തണുത്തുറഞ്ഞാണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവ ഉണ്ടാകുമ്പോൾ പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏത്? ഓപ്ഷൻ എ ഇൻഫ്രാസോണിക് തരംഗങ്ങളാണ്. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവ ഉണ്ടാകുമ്പോൾ പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗങ്ങളാണ് ഇൻഫ്രാസോണിക് ശബ്ദ തരംഗങ്ങൾ. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭൂമിക്ക് കൃത്യമായ ഗോളാകൃതി അല്ലെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻ ബി സർ ഐസക് ന്യൂട്ടൺ ആണ്. ഭൂമിക്ക് കൃത്യമായ ഗോളാകൃതി അല്ലെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൺ.
അതുപോലെ നമുക്കറിയാം സൗരകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? കോപ്പർനിക്കസ് ആണ്. സൗരകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് കോപ്പർനിക്കസ്. ഇനി അതുപോലെ ഭൂമിയുടെ ഭാരം ആദ്യമായിട്ട് കണക്കാക്കിയത് ആര്? ഹെൻറി കാവൻഡിഷ് ആണ്. ഭൂമിയുടെ ഭാരം ആദ്യമായിട്ട് കണക്കാക്കിയത് ഹെൻറി കാവൻഡിഷ്. അതുപോലെ ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായിട്ട് കണക്കാക്കിയത് ആരാണ്? ഇറാത്തോസ്തനീസ് ആണ്. ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായിട്ട് കണക്കാക്കിയത് ഇറാത്തോസ്തനീസ്. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പേപ്പാറ വന്യജീവി സങ്കേതം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ബി തിരുവനന്തപുരത്താണ് പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ. പേപ്പാറ, അരിപ്പ വന്യജീവി സങ്കേതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡോളമൈറ്റിൻ്റെ ഉൽപ്പാദനത്തിന് പ്രശസ്തമായ ബെർമിത്രാപൂർ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമേത്? ഓപ്ഷൻ ഡി ഒഡീഷയിലാണ്. ഡോളമൈറ്റിൻ്റെ ഉൽപ്പാദനത്തിന് പ്രശസ്തമായ ബെർമിത്രാപൂർ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഒഡീഷ. 28ാമത്തെ ക്വസ്റ്റ്യൻ. സ്ഥലമണ്ഡലം, ശിലാമണ്ഡലം, പാറക്കെട്ട് നിറഞ്ഞ മണ്ഡലം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ സി ലിത്തോസ്ഫിയർ ആണ്. സ്ഥലമണ്ഡലം, ശിലാമണ്ഡലം, പാറക്കെട്ട് നിറഞ്ഞ മണ്ഡലം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ലിത്തോസ്ഫിയർ. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മൈ ലിറ്റിൽ ഡിക്റ്റേറ്റർ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ ബി തൂക്ക് ഘടികാരത്തെയാണ് മൈ ലിറ്റിൽ ഡിക്റ്റേറ്റർ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് തൂക്ക് ഘടികാരത്തെയാണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പെരിയാർ ഏത് പേരിലാണ് അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി ചൂർണി എന്ന പേരിലാണ് പെരിയാർ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന പേരിൽ പരാമർശിച്ചിരിക്കുന്നു. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. തുഹ്ഫത്ത് ഉൾ മുവാഹിദീൻ ഏകദൈവ വിശ്വാസികൾക്കൊരു സമ്മാനം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര്? ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ് ആണ്. തുഹ്ഫത്തുൽ മുവാഹിദീൻ ഏകദൈവ വിശ്വാസികൾക്കൊരു സമ്മാനം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് രാജാറാം മോഹൻ റോയ് ആണ്. ഇനി അതുപോലെ ജീസസിൻ്റെ കൽപ്പനകൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവും ആര് തന്നെയാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ജീസസിൻ്റെ കൽപ്പനകൾ, അതുപോലെ തുഹ്ഫത്ത് ഉൾ മുവാഹിദീൻ എന്ന ഗ്രന്ഥത്തിൻ്റെയും കർത്താവ് രാജാറാം മോഹൻ റോയ്. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി ഏത്? ഓപ്ഷൻ എ പതിറ്റുപ്പത്താണ്. കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതിയാണ് പതിറ്റുപ്പത്ത്. അതുപോലെ ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതി ഏതാണ്? മധുരൈ കാഞ്ചിയാണ്. ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതിയാണ് മധുരൈ കാഞ്ചി. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും കൂടുതലായി അനുഭവപ്പെടുന്ന ഹിമാലയൻ പർവ്വതനിര ഏത്? ഓപ്ഷൻ സി സിവാലിക് പർവ്വതനിരയാണ്. ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ഹിമാലയൻ നിരയാണ് സിവാലിക്. 34ാമത്തെ ക്വസ്റ്റ്യൻ. തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാല സ്ഥാപിക്കാൻ അനുമതി നൽകിയ വേണാട് ഭരണാധികാരി ആരായിരുന്നു? ഓപ്ഷൻ ബി ഉമയമ്മ റാണി ആയിരുന്നു. തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാല സ്ഥാപിക്കാൻ അനുമതി നൽകിയ വേണാട് ഭരണാധികാരിയാണ് ഉമയമ്മ റാണി. ഇനി അതുപോലെ ഈ അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ഏത്? 1697 അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷമാണ് 1697. നമുക്കറിയാം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. എന്നാൽ അതേസമയം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം, വർഷം 1721. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഉയർത്തെണീക്കൽ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര്? ഓപ്ഷൻ ഡി വില്യം ഡാൽറിംപിൾ ആണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഉയർത്തെണീക്കൽ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് വില്യം ഡാൽറിംപിൾ. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1926 നടന്ന ശുചീന്ദ്രം സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഓപ്ഷൻ സി മുത്തുസ്വാമി ആയിരുന്നു. 1926 ശുചീന്ദ്രം സത്യാഗ്രഹം നടന്നത്. അപ്പോൾ ശുചീന്ദ്രം സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു മുത്തുസ്വാമി. ഇനി അതുപോലെ ശുചീന്ദ്രം സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരായിരുന്നു?
എം.ഇ. നായിഡു ആയിരുന്നു. ശുചീന്ദ്രം സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു എം.ഇ. നായിഡു. മുത്തുസ്വാമി ആരാണ്? ശുചീന്ദ്രം സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു മുത്തുസ്വാമി. ഇനി അതുപോലെ നാഗർകോവിലിൽ നിന്നും, അതായത് കോട്ടാറിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് ആരാണ്? എം.ഇ. നായിഡു ആണ്. നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് എം.ഇ. നായിഡു. 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. രാജ്മോഹൻസ് വൈഫ് എന്ന ഇംഗ്ലീഷ് നോവലിൻ്റെ കർത്താവ് ആര്? ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. രാജ്മോഹൻസ് വൈഫ് എന്ന ഇംഗ്ലീഷ് നോവലിൻ്റെ കർത്താവ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. നമുക്കറിയാം ആധുനിക ബംഗാളി സാഹിത്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ആധുനിക ബംഗാളി സാഹിത്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ ബി പള്ളിയാടി മല്ലൻ ശങ്കരനായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രിയായിരുന്നു പള്ളിയാടി മല്ലൻ ശങ്കരൻ. അപ്പോൾ നമുക്കറിയാം ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി, ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ, ആധുനിക അശോകൻ എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി, ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ, ആധുനിക അശോകൻ എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ. 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരള സഞ്ചാരി എന്ന പത്രത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു? ഓപ്ഷൻ ഡി സി കൃഷ്ണൻ ആയിരുന്നു. കേരള സഞ്ചാരി എന്ന പത്രത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു? സി കൃഷ്ണൻ. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ചട്ടമ്പി സ്വാമിയുടെ ഭവനം ഏത്? ഓപ്ഷൻ എ ഉള്ളൂർക്കോട് വീടാണ്. ചട്ടമ്പി സ്വാമിയുടെ ഭവനമാണ് ഉള്ളൂർക്കോട് വീട്. അപ്പോൾ നമുക്കറിയാം കൂടില്ല വീട് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഭവനമാണ്. കൂടില്ല വീട് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഭവനമാണ്. വയൽവാരം വീട് നമുക്കറിയാം ശ്രീനാരായണ ഗുരു ജനിച്ച ഭവനമാണ്. വയൽവാരം വീട് ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തലക്കുളത്ത് വീട് വേലുത്തമ്പി ദളവയുടെ ജന്മഗൃഹമാണ് തലക്കുളത്ത് വീട്. ഓക്കെ ഫ്രണ്ട്സ്. അതുപോലെ ഫ്രണ്ട്സ്, ഏതൊരു PSC പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ kerala.pscwinner.co.in എന്ന നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ക്വിസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ PSC പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വിസുകളാണ്. ഈ ക്വിസുകളുടെ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിച്ച് വെബ്സൈറ്റ് ക്വിസുകൾ കൂടി മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക.